വഖഫ് ബോർഡിൻ്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി UDFനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ UDF കാണിക്കുന്ന വഞ്ചന, LDFന്റെ തെറ്റായ സമീപനം, ഈ സമീപനത്തിൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയിൽ ഇരു മുന്നണികളും കണക്കാക്കുകയാണ്. ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ തന്നെ പലയിടങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളോടനുബന്ധിച്ചും സ്ഥാപനങ്ങളോടനുബന്ധിച്ചുമുള്ള സ്ഥലങ്ങൾ വഖഫിൻ്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അവിടെയൊന്നും നോട്ടീസ് പോകുന്നില്ല. കേരളത്തിലെ ഒരു മുനിസിപ്പൽ ചെയർമാൻ വഖഫിൻ്റെ ഭൂമി കയ്യേറി എന്നുള്ള നിലയിൽ 2016 മുതൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടും ആ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരു CPM നേതാവ്, ഞാൻ വിശദാംശങ്ങൾ തരാം, അദ്ദേഹത്തിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നോട്ടീസ് വഖഫ് ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം ക്രൈസ്തവ സമൂഹത്തിലെയോ ഭൂരിപക്ഷ സമുദായത്തിലെയോ ആളുകളുടെ പേരുകളിൽ വന്നിട്ടുള്ള വഖഫ് ഇടപെടലുകളിലെല്ലാം ദ്രുതഗതിയിൽ സർക്കാർ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കും. പലയിടത്തും പുതുതായി വഖഫിൻ്റെ അധിനിവേശം നോട്ടീസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ LDFും UDFും ഒരു ന്യൂനപക്ഷത്തെ മാത്രം പരിഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ വിഷയങ്ങളിലും ഇത് സാർവത്രികമാണ്. സംവരണ വിഷയത്തിൽ 80-20 അനുപാതമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് വെറും 20% മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ശതമാനം അവർ കിട്ടുന്നില്ല. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമീപനമാണ് UDFും LDFും എടുക്കുന്നത്. ഒരു രണ്ടാനമ്മയുടെ മക്കളാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയിലാണ് LDF പരിഗണിക്കുന്നത്, UDFും പരിഗണിക്കുന്നത്. വ്യാപകമായ അസംതൃപ്തി ഇത് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ചേലക്കരയിലും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചെറിയൊരു ശതമാനം പോളിംഗിൻ്റെ കുറവ് വന്നത് ക്രൈസ്തവ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉളവാക്കുന്ന ഒരു പോളിംഗ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വ്യാപകമായ തോതിലുള്ള സാമുദായിക ധ്രുവീകരണത്തിൽ വർഗീയ ശക്തികളെ ഇറക്കി UDFും LDFും പ്രചാരണം ആരംഭിച്ചിരിക്കുക. പലയിടങ്ങളിലും UDF നേതാക്കൾ ചെന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, കള്ളപ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുക. പതിവ് പോലെ വർഗീയ രാഷ്ട്രീയം കളിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. LDF അതിന് അരുനിൽക്കുകയാണ്. കള്ളപ്രചരണങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ LDFും UDFും ഈ പാലക്കാട് പ്രയോഗിക്കുകയാണ്. വ്യാപകമായ തോതിൽ അധികാരവും പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDFും LDFും നടത്തുന്നത്. പുറമേക്ക് പരസ്പരം മത്സരിക്കുകയാണെങ്കിലും അകത്ത് രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്
UDFും LDFും പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ നിരാകരിച്ച മുന്നണികളെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ, വിജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചട്ടലംഘനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ നേതാക്കന്മാരെല്ലാവരും ആരാധനാലയങ്ങൾ തോറും നടന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. LDF ആവട്ടെ സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. മന്ത്രിമാർ ആളുകളുടെ വീടുകളിൽ ചെന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. പാലക്കാട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ UDFും LDFും അതിനെ തടയിടാൻ പെരുമാറ്റച്ചട്ടങ്ങൾ തന്നെ ലംഘിക്കുകയാണ്. വ്യാപകമായ തോതിലുള്ള തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് UDFും LDFും പരിശ്രമിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തെ ജനങ്ങൾ അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രചാരവേലയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത്. UDF LDFിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാനോ അതിനെ ചെറുക്കാനോ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ വിഷയത്തിൽ അടിയന്തരമായി ഒരു നടപടി വേണമെന്നാവശ്യപ്പെടാൻ അവർ മടി കാണിക്കുകയാണ്. പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിലാണ് LDF ഗവൺമെൻറ് പെരുമാറുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അത് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി UDF അതിനോട് മൃദു സമീപനമാണ് കാണിക്കുന്നത്. മുനമ്പത്തെയും മാനന്തവാടിയിലെയും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോട്ടീസ് വന്ന ഇടങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ UDFോ LDFോ തയ്യാറാവുന്നില്ല. വഖഫ് ബോർഡിൻ്റെ വിഷയം ഒരു സാമുദായിക വിഷയമായി നിലനിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിന് അത് സഹായകരമാകും. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ നേരത്തെ പരീക്ഷിച്ച് UDF നടപ്പാക്കിയ തന്ത്രം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ശരിയായ നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം ചർച്ച ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് NDA മാത്രമാണ്. പാലക്കാട്ടെ നെൽകർഷകരുടെ കാര്യത്തിൽ LDFിനും UDFിനും സമാനമായ നിലപാടാണ്. അവർ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ചർച്ചയാവാതിരിക്കാൻ ഇരു മുന്നണികളും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. പക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തലുകൾ UDFിൻ്റെ ജനപിന്തുണ വയനാട്ടിലടക്കം കുറയുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. മൂന്നാം ബദലിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. പിണറായി വിജയനെ നേരിടാൻ ഇനി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFിന് കഴിയില്ല. അത് NDAക്ക് മാത്രമായിരിക്കും സാധിക്കുക എന്നുള്ള കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ചേലക്കരയിലെ വോട്ടെണ്ണുമ്പോൾ, പാലക്കാട്ടെ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യമാവും. UDF അപ്രസക്തമാവും ഈ തെരഞ്ഞെടുപ്പിൽ. പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDFിനെ നേരിടാൻ ജനങ്ങളുടെ പ്രതിപക്ഷമായി NDA ആയിരിക്കും, UDF ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായിട്ട് വരാൻ പോകുന്നത്.